السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഉപ്പ മരണപ്പെട്ടു പോയാൽ ആ മക്കൾക്ക് സംബന്ധിച്ച് യതീമായ മക്കൾ എന്നാണ് പറയപ്പെടുക. യതീമായ മക്കളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക, അവർ ചേർത്ത് പിടിക്കുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ള വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അന വ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ. അവിടുത്തെ നടുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവൻ, യതീമായ കുട്ടികളെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗത്തിൽ ഇപ്രകാരമാണ്, അഥവാ അത്രക്കും അടുത്ത സ്ഥാനമായിരിക്കും എന്നോടൊപ്പം ഉണ്ടാവുക എന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ യതീമായ മക്കൾ അവരുടെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ആ മക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്താൻ വേണ്ടി അവരുടെ ഉമ്മ, വിധവയായ ആ സ്ത്രീ, അവരുടെ ജീവിതം മാറ്റിവെച്ചു. മക്കൾ നല്ല നിലയിലെത്തണം, അവർ നല്ല വിജ്ഞാനമുള്ളവരാവണം, ഉപ്പയില്ലാത്തൊരു വിഷമം, ഒരു പ്രയാസം എൻ്റെ മക്കൾ അറിയരുത് എന്നുള്ള ആ നല്ല നിയ്യത്തോടുകൂടെ എല്ലാം സഹിച്ചും ക്ഷമിച്ചും മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവരുടെ ചെലവിന് വേണ്ടി ജോലിക്ക് പോകേണ്ടി വന്നപ്പോൾ അതിനു വേണ്ടി പോയി. അങ്ങനെ മറ്റുള്ള നിലക്കെല്ലാം മക്കളുടെ ഉന്നമനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് എല്ലാം വിഷമവും പ്രയാസവും സഹിച്ച് എത്രത്തോളം മറ്റൊരു ജീവിതത്തിലേക്ക് പോകുന്നത് വരെ മക്കളുടെ കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച് ആ രൂപത്തിലൊക്കെ യതീമായ മക്കളെ ഭർത്താവ് മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം ഏറ്റെടുത്താൽ ആ ഉമ്മക്ക് അല്ലാഹു തആല നൽകുന്ന, ആ സഹോദരിക്ക് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം, ആ സഹോദരിക്ക് അല്ലാഹു തആല നൽകുന്ന സ്ഥാനം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതായി കാണാം. മഹാനായ ഇമാം അബൂ യഅല റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, മാ റഅയ്തു അഹദൻ യസ്ബുഖുനി ഇലാ ബാബിൽ ജന്നത്തി ഇല്ല ഇംറഅത്തുൻ സഅഫാൽ ഖദ്ദൈൻ. മഹത്തായ സ്വർഗത്തിൻ്റെ ഉദ്ഘാടന കർമ്മം ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടുന്ന് പറയാണ്, ആ സ്വർഗ ഉദ്ഘാടനം നിർവഹിക്കപ്പെടുന്ന സമയത്ത് എല്ലാവരെക്കാളും മുന്നിലായിക്കൊണ്ട് എൻ്റെ അടുക്കലേക്ക് ഉളരി വരുന്ന ഒരാളുണ്ട്. അതാരാണ്? ഇല്ല ഇംറഅത്തുൻ സഅഫാൽ ഖദ്ദൈൻ, സഅഫാൽ ഖദ്ദൈനിയായ ഒരു സ്ത്രീ ഒഴികെ. ഇത് പറഞ്ഞപ്പോൾ ഖീല ചോദിക്കപ്പെടുന്നുണ്ട് മുത്തുനബിയോട്, ആരാണ് നബിയെ സഅഫാൽ ഖദ്ദൈൻ എന്ന് പറഞ്ഞാൽ അത് ആരാണ്? അപ്പോൾ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി, ഹിയ ഇംറഅത്തുൻ മാത അൻഹാ സൗജഹാ വ തറക ലഹാ ഔലാദഹ. അതൊരു സ്ത്രീയാണ്, അവരുടെ ഭർത്താവ് മരണപ്പെട്ടു പോയി. ആ ഭർത്താവ് മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഈ സ്ത്രീയിൽ ഫഖാമത്ത് വസബറത്ത് അലാ തർബിയത്തിഹിം, ആ സഹോദരി ആ മക്കൾക്ക് വേണ്ടി പിന്നീട് ജീവിച്ചു. മക്കളുടെ കാര്യത്തിന് വേണ്ടി, അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരുടെ സുഖങ്ങളും സന്തോഷങ്ങളൊക്കെ മാറ്റിവെച്ചു. വസബറത്ത്, നന്നായി ക്ഷമിച്ചു. മക്കളെ പോറ്റി വളർത്താൻ എന്തൊക്കെ പ്രയാസങ്ങൾ നേടേണ്ടി വരും, പ്രത്യേകിച്ച് ഒരു സ്ത്രീ മാത്രമാകുമ്പോൾ. പക്ഷേ അവളതൊന്നും വകവെക്കാതെ എൻ്റെ മക്കളുടെ ഭാവി അതാണ് എനിക്ക് വേണ്ടതെന്ന ഉദ്ദേശത്തോടെ നല്ല നിലക്ക് മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി എല്ലാം ക്ഷമിച്ചും സഹിച്ചുകൊണ്ടും അവർ നിലനിന്നു. ഹത്താ കബീർ, അങ്ങനെ മക്കൾ വലുതായി സ്വന്തമായി ജീവിക്കാൻ അവരാവുന്നത് വരെ കെട്ടിക്കേണ്ട മക്കളെ കെട്ടിച്ചയച്ചുകൊണ്ട് ആൺകുട്ടികൾക്കും അവർ നല്ല നിലയിൽ എത്തുന്നത് വരെ അവരോടൊപ്പം ചേർന്ന് നിന്നു. ഇങ്ങനെ എല്ലാ നിലക്കും സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്ത സ്ത്രീ, അവൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സ്ഥാനമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ മുത്തുനബിൻ്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാനുള്ളൊരു അവസരം അല്ലാഹു തആല നൽകുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമുദായത്തിൽ എത്രയോ സഹോദരിമാരുടെ ഇത്തരം പ്രയാസങ്ങൾ, വിഷമങ്ങളൊക്കെ മക്കൾക്ക് വേണ്ടി ക്ഷമിക്കുകയും സഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ. അല്ലാഹു തആല അവർക്കൊക്കെയും മുത്തുനബിൻ്റെ കൂടെ സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. നല്ല ക്ഷമയും സഹനശക്തിയും നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.